ഗുരുതരമായ വിഷാദരോഗത്തിൽ നിന്നുള്ള രോഗശാന്തി. പ്രധാന വിഷാദരോഗം ഇരുണ്ടതും ഒറ്റപ്പെട്ടതുമായ ഒരു താഴ്വര പോലെ തോന്നാം, പക്ഷേ ബൈബിൾ രോഗശാന്തിക്കുള്ള പ്രോത്സാഹനവും ആത്മീയ ഉപകരണങ്ങളും നൽകുന്നു. നമ്മുടെ പോരാട്ടങ്ങളിൽ നാം ഒറ്റയ്ക്കല്ലെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 34:18 പറയുന്നു, കർത്താവ് ഹൃദയം തകർന്നവരുടെ അടുത്താണ്, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു. ദൈവം നമ്മുടെ വേദന മനസ്സിലാക്കുകയും ശക്തിയുടെ ഉറവിടമായി തന്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. രോഗശാന്തിക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ് പ്രാർത്ഥനയും ദൈവവുമായുള്ള സത്യസന്ധമായ ആശയവിനിമയവുമാണ്. പലപ്പോഴും നിരാശയോട് പോരാടിയ ദാവീദ് രാജാവ് സങ്കീർത്തനങ്ങളിൽ തന്റെ ഹൃദയം ദൈവത്തിന് പകർന്നു. സങ്കീർത്തനം 42:11 അദ്ദേഹം എഴുതുന്നു, എന്റെ ആത്മാവേ, നീ എന്തിനാണ് വിഷാദിച്ചത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, കാരണം ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പ്രാർത്ഥനയിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ദൈവത്തെ അസ്വസ്ഥമായ ഹൃദയത്തിന് സമാധാനം നൽകാൻ അനുവദിക്കുന്നു. മനസ്സിനെ പുതുക്കുക എന്നത് മറ്റൊരു ശക്തമായ ബൈബിൾ തത്വമാണ്. മനസ്സിനെ പുതുക്കുന്നതിലൂടെ രൂപാന്തരപ്പെടാൻ റോമർ 12:2 വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഫിലിപ്പിയർ 4:13 പറയുന്നത് പോലെ നെഗറ്റീവ് ചിന്താരീതികളെ ചെറുക്കാൻ സഹായിക്കും. സമൂഹവും കൂട്ടായ്മയും പ്രധാനമാണ്. ഗലാത്യർ 6:2 പറയുന്നു, പരസ്പരം ഭാരങ്ങൾ വഹിക്കുക, വിശ്വസ്തരായ വിശ്വാസികളിൽ നിന്നോ പാസ്റ്റർമാരിൽ നിന്നോ കൗൺസിലർമാരിൽ നിന്നോ പിന്തുണ തേടുന്നത് ബന്ധത്തിലൂടെയുള്ള രോഗശാന്തിക്കുള്ള ദൈവത്തിന്റെ രൂപകൽപ്പനയെ പ്രതിഫലിപ്പിക്കുന്നു. വിഷാദത്തിന് പലപ്പോഴും പ്രൊഫഷണൽ സഹായം ആവശ്യമാണെങ്കിലും വിശ്വാസം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. തിരുവെഴുത്തുകളിലേക്കും പ്രാർത്ഥനയിലേക്കും ദൈവിക പിന്തുണയിലേക്കും തിരിയുന്നതിലൂടെ നമ്മുടെ മാനസികവും വൈകാരികവുമായ പോരാട്ടങ്ങളിലേക്ക് ദൈവത്തിന്റെ രോഗശാന്തി സാന്നിധ്യത്തെ ക്ഷണിക്കുന്നു.